എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇംപ്രൂവ്മെന്റ് ക്ലാസ് ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ ഇപ്പം നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പോർഷൻ ഏതാണ്? മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. യൂണിഫോം സർക്കുലർ മോഷൻ. If an object executes a circular path with constant speed, then the object is said to be in uniform circular motion. ഒരു ഒബ്ജക്റ്റ് ഒരേ സ്പീഡിൽ ഇങ്ങനെ സർക്കുലർ പാത്തിൽ പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വിളിക്കാം അല്ലേ? അപ്പോൾ ഇതിനകത്തിലെ ആക്സിലറേഷൻ, അപ്പം യൂണിഫോം സർക്കുലർ മോഷനിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ അത് പോകുന്ന പാത്തിന്റെ സെൻറ്ററിലേക്കായിരിക്കും. അതുകൊണ്ട് അതിനെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പം ഇറ്റ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദി സെന്റർ ഓഫ് ദി സർക്കുലർ പാത്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു യൂണിഫോം സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇതൊരു യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ ഈ സർക്കിളിന്റെ സെന്ററിലേക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. അതായത് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ സർക്കുലർ പാത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇതാണ് ആ സർക്കുലർ പാത്തിന്റെ ഒറിജിൻ. ഒരു ഒബ്ജക്റ്റ് ആദ്യം ഇവിടെ ഇരിക്കുകയാണെന്ന് വെക്കുക അല്ലെ? ഈ പോയിന്റിനെ ഞാൻ പി എന്ന് വിളിച്ചു. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഇങ്ങോട്ടാണ്. ഞാൻ അതിനെ വി എന്ന് വിളിച്ചു. എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളിപ്പോൾ ഒരു കല്ലിൽ ഒരു കയർ കെട്ടി ഇങ്ങനെ കറക്കുന്നു. ഈ കയർ ഇവിടെ വെച്ചാണ് പൊട്ടുന്നതെങ്കിൽ കല്ല് ഇങ്ങോട്ടായിരിക്കും തെറിച്ചു പോകുന്നത്. കാരണം ആ പോയിന്റിൽ ഈ കല്ലിന്റെ ലീനിയർ വെലോസിറ്റി അങ്ങോട്ടാണ്. അതുകൊണ്ടാണ് അവിടെ വെച്ച് ഈ കല്ല് അങ്ങോട്ട് തെറിച്ചു പോയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് കറങ്ങി ഇവിടെ വന്നു. ഈ പോയിന്റിനെ ഞാൻ പി ഡാഷ് എന്ന് വിളിച്ചു. ഈ പി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ ഈ കല്ല് ഇങ്ങോട്ട്, അതായത് ടാൻജൻഷ്യൽ ആയിട്ട്, എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടയൊക്കെ കറക്കുമ്പോൾ വെള്ളം തെറിച്ചു പോകത്തില്ലേ, ആ ഡയറക്ഷൻ, ആ ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പം ഈ കയറ് ഇവിടെ വെച്ചാണ് പൊട്ടുന്നതെങ്കിൽ കല്ല് ഇങ്ങോട്ടായിരിക്കും തെറിച്ചു പോകുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനുള്ള വെലോസിറ്റിയാണ് വി ഡാഷ്. അപ്പം ഇതിപ്പം 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇതും 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷേ ഡയറക്ഷൻ മാറിയ വെലോസിറ്റി മാറും. അതുകൊണ്ടാണ് നമ്മൾ വി ഡാഷ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കാണിക്കുന്ന പൊസിഷൻ വെക്ടറിനെ ഞാൻ ആർ എന്ന് എഴുതി. ഇവിടെ ഞാൻ അതിനെ ആർ ഡാഷ് എന്ന് എഴുതി. ഇത് രണ്ടും സെയിം തന്നെയാണ്. പക്ഷെ ഈ ഡയറക്ഷനും ഇതിന്റെ ലെങ്തും മാഗ്നിറ്റ്യൂഡ് രണ്ടും സെയിം ആണ്. പക്ഷെ ഡയറക്ഷൻ രണ്ടായതുകൊണ്ട് ഒന്നിന് ആർ ഡാഷ് എന്നും ഒന്നിന് ഞാൻ ആർ എന്നും എഴുതിയെന്നേ ഉള്ളൂ അല്ലേ? ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, അതായത് ഇവിടെ ഇരുന്ന കല്ല് ഇവിടെ വന്നു. അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ ഡെൽറ്റ ആർ എന്ന് എഴുതി. അത് ശരിക്കും ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. ഞാൻ സിമ്പിൾ ആയിട്ട് ഡെൽറ്റ ആർ എന്ന് എഴുതുന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇവിടുന്ന് ഡിസ്പ്ലേസ്മെന്റ് കാണിക്കുന്ന പോർഷൻ. ഇവിടെ ഇരുന്ന കല്ല് ഇങ്ങോട്ട് വന്നു. അപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം, ഇവിടുന്ന് കല്ല് ഇങ്ങനെ കറങ്ങി ഇവിടെ വന്നു. അപ്പൊ ഇത്ര ആംഗിൾ അല്ലേ മാറിയത്? അപ്പൊ ആംഗിളിന്റെ ടേബിളിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എടുക്കാം. അതാണ് ഡെൽറ്റ തീറ്റ. ഇതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? നമ്മൾ അവിടെ ഇങ്ങനെ ഇവിടെ ഇരുന്ന ആള് കറങ്ങി ഇവിടെ വന്നു. അപ്പൊ ഇത്ര ആംഗിൾ ആണ് മാറിയിരിക്കുന്നത്. അപ്പൊ ആംഗിളിന്റെ ടേബിളിൽ എടുക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഈ കേസിൽ നമുക്കറിയാം ഈക്വൽ വെക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ വെലോസിറ്റി വി, ഇതേ നീളത്തിൽ ഒരു വര ഇതിന് പാരലായിട്ട് ഞാൻ ഈ ബോർഡിലോ അല്ലെങ്കിൽ എവിടെ കൊണ്ടുവച്ചാലും അതിനെ എനിക്ക് വി എന്ന് വിളിക്കും. ഇതിനെ ഞാൻ വി എന്ന് വിളിക്കും. കാരണം എന്താണ്? ഇതിന്റെ ലെങ്തും സെയിം ആണ്. ഇതിന് പാരലാണ് ഇത്. അപ്പോൾ രണ്ട് ഈക്വൽ വെക്ടേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ലൈൻ കണ്ടോ, വി ഡാഷ്. ഈ വി ഡാഷിന്റെ അതേ നീളമുള്ള ലൈൻ ഞാൻ എവിടെ കൊണ്ടുവച്ചാലും ഇതിന് പാരലാകണം. പാരലായിട്ട് ഞാൻ എവിടെ കൊണ്ടുവച്ചാലും അതിനെ എനിക്ക് വി ഡാഷ് എന്ന് വിളിക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു വര വരച്ചു. അപ്പൊ എന്താണ്? വി ഡാഷ് അല്ലെ? അപ്പോൾ ഇതിന്റെ അതേ ലെങ്ത് ഉള്ള വര ഇവിടെ വരച്ചു. അതിനെ ഞാൻ വി എന്ന് വിളിച്ചു. പാരലാണ്. ഇത് രണ്ടും പാരലല്ലേ ഇനാവുന്നത്. അതുപോലെ ഇതിന് പാരലായിട്ടൊരു ലൈൻ ഞാൻ ഇവിടെ വരച്ചു. ഇതിന് ഒരേ ലെങ്ത് ആണ്, ഒരേ ഡയറക്ഷൻ. അപ്പൊ അതിന് ഈക്വൽ വെക്ടർ എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനിടയ്ക്കുള്ള ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഡെൽറ്റ തീറ്റ എന്ന ആംഗിൾ കൊടുത്തു അല്ലെ? അപ്പൊ ഇത്രയും വെലോസിറ്റി ഉണ്ടോ? ഇവിടുത്തെ വെലോസിറ്റി അങ്ങോട്ടാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി ഇങ്ങോട്ട് അല്ലേ? ഡയറക്ഷൻ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ വി അല്ലെ? അപ്പൊ അതാണ് രണ്ട് വെലോസിറ്റി തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ വെലോസിറ്റി അങ്ങോട്ടാണെങ്കിൽ ഇവിടെ വെലോസിറ്റി ഇങ്ങോട്ടാണ്. അപ്പൊ ഈ ഡയറക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ വി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. അപ്പം ഡെൽറ്റ ടി ആണ് ടൈം. ലിമിറ്റ് ഒക്കെ വെച്ച് എഴുതാൻ നമുക്ക് തൽക്കാലം സിമ്പിൾ ആയിട്ട് അങ്ങ് എഴുതി പോകാം അല്ലെ? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എടുത്ത് അങ്ങ് പോവാണ്. അപ്പോൾ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ, അതപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റിയിലുള്ള ചേഞ്ച് ബൈ ടൈം. അപ്പം ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈം കൊണ്ടാണ് ഇയാൾ ഇവിടെ കറങ്ങി വന്നത്. അപ്പം ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്നാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം.
ഈ ട്രയാങ്കിളും എന്താണ് സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് സെയിം ആയിട്ടുള്ള ഈ ആംഗിളും ഒക്കെ സെയിം ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ് സിമിലർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരേ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ സെയിം ആയിരിക്കും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഈ വശം ഡെൽറ്റ ആർ, ഈ വശം ആർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആർ ബൈ ആർ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ അതുപോലെ തന്നെ ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശമല്ലേ ഇത് ഡെൽറ്റ വി ഡിവൈഡ് ബൈ, അതുപോലെ തന്നെ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശം ഈ വശം എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശം ഈ വശം എന്താണ് ബി, നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമിലർ ട്രയാങ്കിൾസ് ആണ്, അതുകൊണ്ട് ഒരേ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ഒക്കെ സെയിം ആയിട്ട് വരും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ആംഗിളിന് ഓപ്പോസിറ്റ് കാണുന്ന സൈഡും ഈ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്ന സൈഡും, ഇതുപോലെ ഇതിൻ്റെ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡും ഇതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്ന സൈഡും ഇത് തമ്മിലുള്ള റേഷ്യോ സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഡെൽറ്റ വി എടുക്കാം. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ എന്ന് തോന്നും. അപ്പോൾ ഈ ഡെൽറ്റ വിക്ക് വരെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും, വി ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ, ഡെൽറ്റ ടി താഴെ വന്നു. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. അപ്പം സ്ട്രെയിറ്റ് ലൈനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സ്ട്രെയിറ്റ് ലൈനിലുള്ള ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ വെലോസിറ്റി. അപ്പോൾ നമുക്ക് ലീനിയർ വെലോസിറ്റി കിട്ടും അല്ലേ. ദെൻ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി സീക്വൽ ടു വി എന്നാണ് ലീനിയർ വെലോസിറ്റി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്നാണ്, അതും വി. അപ്പം വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ എ സി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഇതിനെയാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് വിളിക്കുന്നത്. സി എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ സഫിക്സ് ആയിട്ട് സീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഡയറക്ഷൻ എപ്പോഴും ഈ സർക്കുലർ പാത്തിന്റെ സെന്ററിലേക്കായിരിക്കും. പക്ഷേ അതൊരു കോൺസ്റ്റന്റ് വെക്ടർ അല്ല. കാരണം എന്താണ്, ഇവിടുന്ന് സെന്ററിലേക്ക് താഴോട്ടല്ലേ വരണ്ടത്, ഇവിടെ ആകുമ്പോൾ സെന്ററിലേക്ക് മുകളിലോട്ടല്ലേ വരണ്ടത്. അപ്പോൾ ഒരു യൂണിഫോം സർക്കുലർ മോഷനിലെ ആക്സലറേഷൻ അല്ലെങ്കിൽ സർക്കുലർ മോഷനിൽ ഉണ്ടാകുന്ന ആക്സലറേഷനാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് വിളിക്കുന്നത്. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഒരു കോൺസ്റ്റന്റ് വെക്ടർ അല്ല, അതിന്റെ വാല്യൂ സെയിം ആയിരിക്കും, പക്ഷെ അത് ഒരു കോൺസ്റ്റന്റ് വെക്ടർ അല്ല, അതിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. സെന്ററിലേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ മുകളിൽ നിന്ന് സെന്ററിലേക്ക് വരുമ്പോൾ താഴോട്ടാവുന്നത്, താഴെ നിന്ന് സെന്ററിലേക്ക് പോകുമ്പോൾ മുകളിലോട്ടല്ലേ പോകുന്നത്. അതുകൊണ്ട് ഡയറക്ഷൻ മാറുന്നതാണ്, അതൊരു കോൺസ്റ്റന്റ് വെക്ടർ അല്ല, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി ഇതുപോലെ തന്നെ നമുക്കിവിടെ ആംഗുലാർ വെലോസിറ്റി എന്താണ് നോക്കാം. ആംഗുലാർ വെലോസിറ്റി അതായത് ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് ആംഗുലാർ വെലോസിറ്റി അല്ലേ. അതായത് നമ്മൾ സാധാരണ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ദൂരം സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യും, അതാണ് സാധാരണ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കറക്കത്തിൽ റൊട്ടേഷൻ മോഷനിലാണ് ഈ ആംഗുലാർ വെലോസിറ്റി പറയുന്നത്. അതായത് ഒരു സെക്കൻഡിൽ ഇത് എത്ര ആംഗിൾ കവർ ചെയ്യും, ഡെൽറ്റ തീറ്റ, ഇതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പം ഇറ്റ് ഈസ് ദി ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം. ആംഗിളിന്റെ ടൈമിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പം ഒരു സെക്കൻഡിൽ എത്ര ആംഗിൾ കറങ്ങി പോകും, അതാണ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് ആംഗുലാർ ഫ്രീക്വൻസി എന്നും വിളിക്കുന്നത്. ശ്രദ്ധിച്ചോ, ഒരു സെക്കൻഡിൽ എത്ര കറങ്ങും എന്നുള്ളതാണ് ആംഗുലാർ ഫ്രീക്വൻസിയും ആംഗുലാർ വെലോസിറ്റിയും, രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി നമ്മൾ ഒമേഗ എന്ന് എഴുതുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതുന്ന പോലെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റ അല്ലേ. ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ അല്ലേ കവർ ചെയ്ത്, അതിനടുത്ത ടൈം എത്രയായിരുന്നു, ഡെൽറ്റ ടി. ഇനി നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ് എന്ന് നമ്മൾ എഴുതത്തില്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു അല്ലെ, ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ അല്ലേ വരുന്നത്, ഡെൽറ്റ ആർ ബൈ ആർ എന്ന് എഴുതും. ഡെൽറ്റ ആർ ബൈ ആർ, ഇതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത്. നമ്മളപ്പോൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒമേഗ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ അല്ലെ, ഡെൽറ്റ തീറ്റയ്ക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി അല്ലെ. ഇനി ഈ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വെലോസിറ്റി അല്ലേ. അപ്പോൾ അതിന് പകരം വി എന്ന് കൊടുക്കാം. ഇറ്റ്സ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ, വി ബൈ ആർ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന് വന്നു, അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു ഒമേഗ ആർ എന്ന് എഴുതാം. വി ഈസ് ഈക്വൽ ടു
ഒമേഗ. അപ്പൊ ഇതാണ് ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മളൊരു സൈക്കിളിന്റെ വീൽ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നില്ല, അതാണ് ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ ആ സൈക്കിൾ മുന്നോട്ട് പോകത്തില്ല, അതാണ് ലീനിയർ വെലോസിറ്റി. അതിന്റെ റേഡിയസ് ആണ് സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം ഇല്ല, ചെറിയ വീലുള്ള സൈക്കിൾ അത് ഒത്തിരി പ്രാവശ്യം വീല് വട്ടത്തിൽ കറങ്ങുമെങ്കിലും കുറച്ച് ദൂരമല്ലേ മുന്നോട്ട് പോകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ റേഡിയസ് കുറവാണെങ്കിൽ മുന്നോട്ടുള്ള ലീനിയർ വെലോസിറ്റി കുറവായിരിക്കും അല്ലേ. എന്നാൽ വലിയ വീലുള്ള സൈക്കിൾ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ തന്നെ ഒത്തിരി ദൂരം മുന്നോട്ട് പോകും അല്ലേ. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി, ഒരു പർട്ടിക്കുലർ ആംഗുലാർ വെലോസിറ്റിക്ക് കൂടുതൽ ലീനിയർ വെലോസിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ വീലിന്റെ റേഡിയസ് കൂടണം അല്ലേ. കാളവണ്ടിയുടെയും കുതിരവണ്ടിയുടെയും ഒക്കെ വീല് കണ്ടിട്ടില്ല, വലിയ വീലല്ല യൂസ് ചെയ്യുന്നത്. ചെറിയൊരു ആംഗുലാർ വെലോസിറ്റിക്ക് തന്നെ വലിയൊരു ലീനിയർ വെലോസിറ്റി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതാണ് ലീനിയർ വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റി നമ്മളുടെ റിലേഷനാണ്. B ഒമേഗ നമ്മളത് ഓർത്ത് വെക്കേണ്ട ഒരു റിലേഷനാണ്. അപ്പം ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പടം വെച്ചിട്ട് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഡെറൈവ് ചെയ്യാൻ നേരത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഇത് നോക്കിക്കോണം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഇതിന്റെ ടൈം പീരീഡും ഫ്രീക്വൻസിയും. അപ്പം ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ എന്താണ് റെവല്യൂഷൻ. ഒരു പ്രാവശ്യം ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നതിന് എടുക്കുന്ന ടൈമിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പം ഒരു സർക്കുലർ പാത്തിൽ ഫുൾ കറങ്ങാൻ എടുക്കുന്ന ഡിസ്റ്റൻസ് അതിന്റെ സർക്കംഫറൻസ് അല്ലേ. റേഡിയസ് ആർ ആണെങ്കിൽ സർക്കംഫറൻസ് ആണ് ഡിസ്റ്റൻസ്, അതിന്റെ സ്പീഡ് v. അപ്പം ടൈം പീരീഡ് t = 2πr/v എന്ന് എടുക്കാം അല്ലേ. ഇനി അതുപോലെ തന്നെ ഇതിനകത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്ത് നമുക്ക് വേറെ ഇക്വേഷൻസ് ഒക്കെ ഫോം ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഇൻ യൂണിറ്റ് ടൈം അല്ലേ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് റെവല്യൂഷൻ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം കറങ്ങും. അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ജസ്റ്റ് ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ടൈം പീരീഡിന്റെ യൂണിറ്റ് എന്താ, സെക്കൻഡ് ആണ് അല്ലേ. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്, അല്ലെങ്കിൽ സെക്കൻഡ് റേസ് ടു -1 1 ടൈം പീരീഡ് എന്നല്ലേ. അപ്പോൾ സെക്കൻഡ് റേസ് ടു -1 എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ എഴുതാം. വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും നോക്കാം. അതായത് ഇപ്പം എ എന്ന് പറയുന്ന ഒരു വെക്ടർ, ഡോട്ട് ബി എന്ന് പറയുന്ന ഒരു വെക്ടർ. അപ്പം ഡോട്ട് പ്രോഡക്റ്റ് ആദ്യം നോക്കാം. അപ്പൊ എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണ്, അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ എളുപ്പമാണ്. AB cos θ എന്ന് എടുത്താൽ മതി. തീറ്റ എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിളാണ്. അപ്പം നമുക്കറിയാം ഇപ്പം എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനിടയ്ക്കുള്ള ആംഗിൾ θ 90 ആയിരിക്കും. cos 90 0 അല്ലേ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെയൊക്കെ ചിലപ്പോൾ എക്സാമിൽ ചോദിക്കാം രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് നോക്കിയാൽ മതി. 0 ആണെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സ് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ മറ്റൊരു വെക്ടർ പ്രോഡക്റ്റ് ആണ് ക്രോസ് പ്രോഡക്റ്റ്. ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ഒരു വെക്ടർ തന്നെ കിട്ടണമെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം. അപ്പോൾ അത് ഇങ്ങനെയാണ്, വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ AB sin θ ആണ് അതിനകത്ത് വരുന്നത് അല്ലേ. അപ്പൊ ഇതിനെയാണ് വെക്ടർ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്, കാരണം ഇതിന്റെ ആൻസർ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇത് പക്ഷേ സ്കെയിലാർ പ്രോഡക്റ്റ് എന്നാണ് വിളിക്കുന്നത്, കാരണം ഇതിന്റെ ആൻസർ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി ഇതുപോലെ തന്നെ ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് പാരലാണെന്ന് നോക്കുക, എയും ബിയും പാരലാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ θ 0 ഡിഗ്രി അല്ലേ. sin 0 എന്ന് പറഞ്ഞാൽ 0 അല്ലേ. എന്ന് പറഞ്ഞാൽ രണ്ട് പാരലൽ വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ 0 കിട്ടും. അപ്പോൾ നിങ്ങൾ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ജസ്റ്റ് അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. രണ്ട് വെക്ടേഴ്സിന് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെ എടുക്കുന്നത് നോക്കാം. അതായത് A ക്രോസ് B എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമ്മളത് മെട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനകത്തിലെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കുണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളിത് നിങ്ങൾ മാത്സിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഇല്ലേ. ആദ്യം ഈ യൂണിറ്റ് വെക്ടേഴ്സിനെ അങ്ങ് എടുക്കുക, I ക്യാപ് J ക്യാപ് K ക്യാപ്. ഈ യൂണിറ്റ് വെക്ടേഴ്സിനെ അങ്ങ് എടുക്കുക അല്ലേ. ഇപ്പൊ നമ്മൾ സ്കൂളിൽ ഒരു പ്രോഗ്രാം വരുന്നില്ലേ, ഒരു ക്ലാസ്സിൽ നിന്ന് ഒരാളെ ഒരു പ്രോഗ്രാമിന് എന്താണ് വെൽക്കം സ്പീച്ചിന് വിളിച്ചു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ നിന്ന് ചിലപ്പോൾ വേറെ ആരെയും അതിനു വേണ്ടി വിളിക്കത്തില്ല, മറ്റൊരു ക്ലാസ്സിന് ഒരു ചാൻസ് കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ആണ് ഇവിടെ ഒരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പം I J K ഇല്ലേ, 3 യൂണിറ്റ് വെക്ടേഴ്സ് നമ്മൾ എഴുതി. ഇനി ആദ്യത്തെ ആൾ A അല്ലേ, എക്കകത്തില് ഈ നമ്പറുകൾ മാത്രം എടുക്കും, 2 2 3 2 2 3. അപ്പൊ ഐയും ജെയും കെയും നമ്മൾ നേരത്തെ എഴുതി, ഇനിയുള്ളതിന്റെ നമ്പർ മാത്രം മതി. ഇതിനകത്തിലെ നമ്പർ മാത്രമാണ് 4 3 2 4 3 2 അല്ലേ. ഇനി നമ്മൾ ഇപ്പൊ സ്കൂളിലൊക്കെ ഒരു പ്രോഗ്രാം വരുമ്പോഴേ ഇല്ലേ, ഇപ്പൊ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരാൾ വെൽക്കം സ്പീച്ച് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്താണ് പിന്നെ താങ്ക്സ് ഒക്കെ പറയുന്നത് മറ്റൊരാൾ വേറെ ഒരു ക്ലാസ്സിലെ ആളായിരിക്കും അല്ലേ. അപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചാൻസ് കിട്ടണം എന്ന് പറഞ്ഞ പോലെ ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഞാൻ I ക്യാപ്പിനെ വിളിച്ചു. ഈ I ക്യാപ്പിനെ വിളിച്ചു കഴിഞ്ഞാൽ
ഈ ഐ ക്യാപ്പ് ഉള്ള റോയും കോളും അങ്ങ് ഇല്ലാതാക്കണം. അപ്പൊ ഇത് കോളും ഇത് റോയും അങ്ങ് ഇല്ലാതാക്കി. ബാക്കി 4 നമ്പേഴ്സിനെ കിട്ടി. അവരെ ഇങ്ങനെ ക്രോസിന് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 × 2 ഒരു മൈനസ് സൈൻ ഇടുക, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇനി അങ്ങോട്ട് മൾട്ടിപ്ലൈ 3 × 3 ഇങ്ങനെ എഴുതുക. അപ്പം ആദ്യം ഐ ക്യാപ്പിനെ വിളിച്ചു, അയാളുള്ള കോളവും റോയും കളഞ്ഞു, ബാക്കി 4 നമ്പേഴ്സ് കിട്ടി, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇടയ്ക്ക് മൈനസ്. ഇനി ഇവിടെ പ്ലസ് ആണ്, ഇനി മൈനസ് ഇടണം, മൈനസ്. അടുത്ത ആള് ഞാൻ ജെ ക്യാപ്പിനെ വിളിച്ചു, ജെ ക്യാപ്പ് അല്ലെ. ജെ ക്യാപ്പിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ജെ ക്യാപ്പ് ഉള്ള കോളവും റോയും കളയണം. ജെ ക്യാപ്പ് ഈ കോളത്തിലല്ലേ, ഈ റോയിലുമാണ്, അപ്പൊ അത് കളഞ്ഞു. ബാക്കി 4 നമ്പേഴ്സ്. അപ്പോൾ ഇതിനെ ക്രോസിനെ മൾട്ടിപ്ലൈ 2 × 2 ഒരു മൈനസിന് ഇടുക, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ 4 × 3 അല്ലേ. ഇനി അടുത്തത് കെ ക്യാപ്പിനെ വിളിച്ചു. അപ്പോൾ പ്ലസ് മൈനസ്, ഇനി അടുത്തത് പ്ലസ്, ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും സൈൻ കൊടുക്കുക. അടുത്തത് കെ ക്യാപ്പിനെ വിളിച്ചു. കെ ക്യാപ്പിനെ വിളിച്ചാൽ അയാളുള്ള കോളവും കളയുക, റോയും കളയുക അല്ലേ. ബാക്കി 4 നമ്പേഴ്സ് 2 × 3 മൈനസ്, ഇങ്ങനെ മൾട്ടിപ്ലൈ 4 × 2 അല്ലേ, ഈക്വൽ ടു. അപ്പം 2 × 2 4 മൈനസ് 3 × 3 എത്രയാണ് 9. അപ്പോൾ 4 - 9 എന്ന് പറഞ്ഞാൽ എത്ര വരും, -5 വരും. അപ്പോൾ 5 - 5 ഐ ക്യാപ്പ് അല്ലേ. അടുത്തത് മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു 2 × 2 4 മൈനസ് 4 × 3 12. അപ്പോൾ 4 മൈനസ് എത്ര വരും, 12 വരും, 8 വരും അല്ലേ. അപ്പോൾ -8 ആണ്, -8. ഇവിടെ പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു 2 × 3 6 മൈനസ് 4 × 2 8 6 - 8 -2 ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ ഇക്വേഷൻ -5 ഐ ക്യാപ്പ്, മൈനസും മൈനസും പ്ലസ് ആവും, 8 -5 ഐ ക്യാപ്പ്, മൈനസും മൈനസും പ്ലസ് 8 ജെ ക്യാപ്പ് -2 കെ ക്യാപ്പ് അല്ലേ. ഇതാണ് ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്ന വഴി. അപ്പം തന്നിരിക്കുന്ന ആൾക്കാരിൽ ആദ്യം ഐയും ജെയും കെയും അങ്ങ് എഴുതുക. ഈ ഐയും ജെയും കെ എഴുതിയ ശേഷം അവരല്ലാതെ ബാക്കി വരുന്ന നമ്പറുകൾ 2 3 2 3 അത് എഴുതി, അടുത്ത റോയിൽ 4 3 2 എഴുതി, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുക അല്ലേ. അപ്പൊ ഇതാണ് എന്ത്, ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് നേരത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊജക്ടൈലുമായി ബന്ധപ്പെട്ട്. അതായത് ദി സീലിംഗ് ഓഫ് എ ലോങ് ഹാൾ ഈസ് 25 മീറ്റർ ഹൈറ്റ് അല്ലെ. ഒരു ലോങ് ഹാളിന്റെ സീലിംഗ് 25 മീറ്റർ ഹൈറ്റിലാണ്. വാട്ട് ഈസ് ദി മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ദാറ്റ് എ ബോൾ ത്രോൺ വിത്ത് എ സ്പീഡ് ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ് ക്യാൻ ഗോ വിത്തൗട്ട് ഹിറ്റിംഗ് ദി സീലിംഗ് ഓഫ് ദി ഹാൾ. അതായത് ഒരു ഹാളിന്റെ സീലിംഗ് ഇങ്ങനെ നിൽക്കുകയാണ്, നമ്മളൊരു ബോൾ എറിയണം, അത് മാക്സിമം ഈ സീലിംഗിൽ ഹിറ്റ് ചെയ്ത് എത്ര ദൂരം ചെന്ന് വീഴാം. നമുക്കറിയാം മാക്സിമം റേഞ്ചിന് 45 ഡിഗ്രി ചരിച്ചെറിഞ്ഞാൽ മതി. പക്ഷേ 45 ഡിഗ്രി ചരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ സീലിംഗിൽ ചെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ 25 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഇതിന്. അപ്പം ഈ മാക്സിമം ഹൈറ്റ് 25 ആക്കണമെങ്കിൽ എത്ര നിങ്ങൾ ഈ ബോളിനെ ചരിച്ചെറിയണം അത് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താണ്, HM = u² sin² θ/2g. ഇതാണ് മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്തിൽ HM തന്നിട്ടുണ്ട് 25, 40 മീറ്റർ പെർ സെക്കൻഡിലാണ് എറിഞ്ഞത്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ്. ആക്സലറേഷൻ ഡിഗ്രി ക്വസ്റ്റ്യൻ അത് തന്നിട്ടില്ലാത്തതുകൊണ്ട് 9.8 എന്ന് എടുത്തോണം. അപ്പോൾ ഈ പ്രൊജക്ടൈലിന്റെ കേസിൽ മൈനസ് എന്ന് എടുക്കേണ്ട, കാരണം മൈനസ് ഉൾപ്പെടെയാണ് നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി പക്ഷേ ഇവിടെ നമ്മൾ പ്രൊജക്ടൈലിന്റെ ക്വസ്റ്റ്യൻ ആദ്യം -9.8 എന്ന് കൊടുക്കരുത്, കാരണം മൈനസ് ഇട്ടാണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അപ്പം HM = u² sin² θ/2g. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 25 മീറ്റർ ഹൈറ്റിലൂടെ ഇത് തൊട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകണമെങ്കിൽ എത്ര ആംഗിൾ ചരിച്ചെറിയണം, ഇവിടെ എത്ര ആംഗിൾ എറിയണം എന്ന് കണ്ടുപിടിക്കണം അല്ലെ. ഇനിഷ്യൽ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിൽ sin θ തീറ്റ കണ്ടുപിടിക്കും. അപ്പോൾ ഇക്വേഷനകത്തിലെ u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 40, HM എന്ന് പറയുന്നത് 25 ആണ്, തീറ്റ നമുക്ക് അറിയത്തില്ല, പിന്നെ 2 ഉണ്ട്, g എന്ന് പറഞ്ഞാൽ 9.8. അതിനകത്ത് നിന്ന് sin θ കണ്ടുപിടിച്ചു. അപ്പോൾ അതിനകത്ത് നിന്ന് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, സൈൻ ഇൻവേഴ്സ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ sin θ കണ്ടുപിടിച്ചു. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ 33 ഡിഗ്രി 36 മിനിറ്റ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി,
ഇവിടെ ഈ ഹോളിന്റെ മുകളിൽ തട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 33 ഡിഗ്രി 36 മിനിറ്റിൽ എഴുതണം. 45 ഡിഗ്രി ഇല്ല, അത്രയും വരെ വരുന്നില്ല എങ്കിൽ, അത്ര എറിഞ്ഞു കഴിഞ്ഞാൽ റൂഫിൽ പോയി തട്ടും. അപ്പോൾ അതുകൊണ്ട് 33 ഡിഗ്രി 36 മിനിറ്റ് ഇല്ലേ, അത്രയും ആംഗിൾ എറിഞ്ഞാലേ ഇത് തട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് മാക്സിമം റേഞ്ച് ചെന്ന് വീഴത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം അല്ലെങ്കിൽ റേഞ്ചിന്റെ ഇക്വേഷൻ എടുത്തു. റേഞ്ചിന്റെ ഇക്വേഷൻ R = u² sin² 2θ/g. ഈ ഇക്വേഷൻ അതിൽ ആംഗിൾ എത്ര ചരിച്ചെറിയേണ്ടത്? തീറ്റ എന്ന് പറഞ്ഞാൽ 33 ഡിഗ്രി 36 മിനിറ്റ് എന്ന് പറഞ്ഞു ഇല്ലേ. അപ്പോൾ അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എഴുതിയത്, കാരണം ഈ ഇക്വേഷനിൽ 2 ഉണ്ട്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 150 മീറ്റർ എന്ന് കിട്ടി, 150.5 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഈ 25 മീറ്റർ ഹൈറ്റിൽ സീലിംഗ് ഉള്ള ഹോളിലൂടെ മാക്സിമം നമുക്കിതിനെ 150.5 മീറ്റർ ഡിസ്റ്റൻസിൽ എറിയാം അല്ലേ. അപ്പോൾ ഇത് ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രൊജക്റ്റിലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പ്ലെയിനിൽ പോകുമ്പോൾ ഒരു പാക്കറ്റ് താഴേക്ക് വീഴുന്നു, അത് ഏത് പാത്തിലായിരിക്കും വരുന്നത്? കാരണം നമ്മൾ ഇങ്ങനെ ഒരു കല്ല് വലിച്ചെറിഞ്ഞാൽ അതൊരു പാരബോളിക് പാത്തിലാണ് പോകുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു പ്ലെയിനിൽ പോകുമ്പോൾ ആ പ്ലെയിൻ എത്ര വെലോസിറ്റി ഉണ്ടോ മുന്നോട്ട്, അതിലിരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റിനും അങ്ങോട്ട് മുന്നോട്ട് അത്രയും വെലോസിറ്റി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു പാരബോളിക് പാത്തിലായിരിക്കും, അല്ലാതെ നേരെ താഴോട്ടായിരിക്കത്തില്ല വീഴുന്നത്, ഒരു പാരബോളിക് പാത്തിലായിരിക്കും, അത് എറിഞ്ഞൊരു ഇഫക്റ്റ് തന്നെയാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഒരു ട്രെയിനിൽ നമ്മൾ പോകുന്നു, അപ്പോൾ അവിടെ നമ്മളൊരു കല്ല് താഴേക്ക് ഇടുന്നു, അത് ഏത് പാത്തിലായിരിക്കും പോകുന്നത്? ട്രെയിൻ മുന്നോട്ട് പോവുകയാണ്, അതേ വെലോസിറ്റി കല്ലിന് ഇനിഷ്യൽ വെലോസിറ്റി കിട്ടും, അതുകൊണ്ട് അത് മുന്നോട്ട് പോയിട്ടായിരിക്കും താഴോട്ട് വീഴുന്നത്, അതായത് അതും ഒരു പാരബോളിക് പാത്തിലായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് നിന്ന് ചോദിക്കാം. അപ്പോൾ ഈ പോർഷൻസ് നന്നായിട്ട് നോക്കുക, എക്സാമിന് നല്ല മാർക്ക് മേടിക്കും.